കടകാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ അനിൽകുമാർ. കടക്കാവൂർ സ്റ്റേഷൻ ഇന്ന് നേരിടുന്ന അവഗണനകൾ ഏറെയാണ്. കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. ഒരു കാലത്തു തിരുവനന്തപുരം കൊല്ലം സെക്ടറിലെ അതിപ്രധാനമായ റെയിൽവേ സ്റ്റേഷനായിരുന്നു കടക്കാവൂർ. എന്താണെന്നറിയില്ല, പല കാര്യങ്ങളിലും ഈ സ്റ്റേഷനെ അവഗണിക്കുന്നു. റെയിൽവേക്ക് ധാരാളം സ്ഥലവും സാമാന്യം ഭേദപ്പെട്ട തിരക്കും കളക്ഷനുമുള്ള കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനെ കൂടി നവീകരണ പ്രക്രിയയുടെ ഭാഗമാക്കാനുള്ള മനസ്സ് നേതൃഭാഗത്തു നിന്നുണ്ടാകണമെന്ന് യാത്രക്കാർ ആവശ്യം വേണ്ട ട്രെയിനുകളുടെ സ്റ്റോപ്പ് എന്ന ആവശ്യവുമായി ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ കളക്ഷൻ ഇല്ല, കളക്ഷൻ കുറവാണ് എന്ന മറുപടി നൽകി നടക്കുകയാണ് അധികൃതർ. കളക്ഷൻ മാത്രം മാനദണ്ഡമാക്കിയാണോ റെയിൽവേ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതും? ഒരിക്കലുമല്ല. രാഷ്ട്രീയ പ്രേരിതമായാണ് ട്രെയിനുകൾക്ക് പല അപ്രധാന സ്റ്റേഷനുകളിലും സ്റ്റോപ്പുകൾ. കടക്കാവൂർ റെയിൽവേ സ്റ്റേഷന്റെ കളക്ഷനിൽ വൻ കുറവുണ്ടാക്കുന്നു. തന്മൂലം സ്റ്റേഷൻ വീണ്ടും ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു. ഇതിന്റെ പിന്നിൽ ആസൂത്രിത നീക്കങ്ങളുണ്ടോ? ചരിത്രമുള്ള കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനെ അവഗണിച്ച് സമീപ സ്റ്റേഷനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ നൽകുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കോവിഡ് കാരണം നിർത്തിവച്ചിരുന്ന ഗുരുവായൂർ എക്സ്പ്രസ് ട്രെയിനിന്റെ സ്റ്റോപ്പ് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. നിർത്തലാക്കിയ സ്റ്റോപ്പ് കൂടാതെ പരശുറാം, നേത്രാവതി, ശബരി തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം. കടകാവൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുകല്ലേ?